ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ്റഗ്രൽ 0 to 1 x × 1 - x റൈസ് ടു 10 dx. അപ്പോൾ ഇവിടെ നോക്ക് 1 - x റൈസ് ടു 10 അല്ലേ. ഇത് നേരെ തിരിച്ചിട്ടാണെങ്കിൽ സുഖമായിരുന്നു ചെയ്യാൻ. ഇപ്പോൾ അതായത് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ x റൈസ് ടു 10 × 1 - x ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് ഗുണിക്കാം. x റൈസ് ടു 10 x റൈസ് ടു 10 × 1 x റൈസ് ടു 10 മൈനസ് x റൈസ് ടു 10 x റൈസ് ടു 11 ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് തിരിക്കാൻ പോവാണ് ഞാൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തുകൊണ്ട്. ഏത് പ്രോപ്പർട്ടി അറിയാം? നമ്മുടെ ലിമിറ്റ് കൂട്ടിയിട്ട് എക്സ് കുറയ്ക്കുന്ന പ്രോപ്പർട്ടി ഇല്ലേ, ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? എക്സിന് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ 0 + 1 - x. അപ്പോൾ എക്സിന് ഞാൻ എന്തുകൊണ്ടാണ് മാറ്റുന്നത്? 1 - x അല്ലെ. എക്സ് ഉള്ളിടത്തൊക്കെ 1 - x കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? therefore I = ഇൻ്റഗ്രൽ 0 to 1 ഈ എക്സിന് പകരം 1 - x ആവും. 1 - x ഇൻറ്റു ഈ 1 - xന് പകരം 1 - xന് പകരം എക്സിന് പകരം 1 - x കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1 - xന് പകരം എക്സ് ആവില്ല ചെയ്യുക അല്ലേ. എക്സിന് 1 - x കൊടുക്കുമ്പോൾ 1 - xന് പകരം എന്താവും? എക്സ് ആവും. വേണമെങ്കിൽ സംശയം ചെയ്ത് നോക്ക്. 1 - x 1 - 1 - x അപ്പോൾ 1 - 1 + x അപ്പോൾ ഇത് വെട്ടിയിട്ട് എക്സ് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ ഈ എക്സിന് പകരം 1 - x കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന് പകരം 1 - x കൊടുത്തു. ഈ 1 - xന് പകരം ഈ എക്സിന് പകരം 1 - x കൊടുക്കുമ്പോൾ 1 - 1 - x 1 - 1 - x സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ആണ്. ചുരുക്കി പറഞ്ഞാൽ എക്സ് 1 - x കൊടുക്കുമ്പോൾ 1 - x ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? എക്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ 1 - x റൈസ് ടു 10 ഉള്ളത് എന്താവും? എക്സ് റൈസ് ടു 10 ആവും ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ഗുണിച്ചൂടെ? അപ്പോൾ എന്തായി? 0 to 1 1 × x റൈസ് ടു 10 x റൈസ് ടു 10 മൈനസ് x × x റൈസ് ടു 10 x റൈസ് ടു 11 dx. ഇവിടെ നമ്മൾ ഐയും കൂടി കൂട്ടുമെന്നല്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് വളരെ ചെയ്യാൻ എളുപ്പമുള്ളൊരു സാധനത്തിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? x റൈസ് ടു 10 x റൈസ് ടു 11/11 മൈനസ് x റൈസ് ടു 12/12 ഇതിലെന്ത് അപ്ലൈ ചെയ്യണം? നമ്മൾ 0 to 1 അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവുന്നു? ദാറ്റ്സ് ഈക്വൽ ടു ഓരോന്നിലും സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1/11 പുറത്തേക്ക് എടുത്തിട്ട് x റൈസ് ടു 11 0 to 1 കൊടുക്കുന്നു. മൈനസ് 1/12 പുറത്തേക്ക് എടുത്തിട്ട് x റൈസ് ടു 12 0 to 1 കൊടുക്കുന്നു. അപ്പോൾ 1/11 ഇൻറ്റു 1 റൈസ് ടു 11 1 മൈനസ് 0 റൈസ് ടു 11 0 മൈനസ് 1/12 ഇൻറ്റു 1 റൈസ് ടു 12 1 1 മൈനസ് 0. അപ്പോൾ 1/11 മൈനസ് 1/12 ആണ്. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ 12 മൈനസ് 11 ഡിവൈഡ് ബൈ 11 ഇൻറ്റു 12. അപ്പോൾ ആൻസർ 1/11 ഇൻറ്റു 12 പറയുമ്പോൾ എത്രയാണ്? 132. 1/132 ഈസ് ദി ആൻസർ. അതൊക്കെ ഇൻ്റഗ്രൽ 0 to 2 x × 2 - x റൈസ് ടു 5. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് ചേഞ്ചസ് ടു 0 + 2 - x അതായത് എക്സ് ചേഞ്ചസ് ടു 2 - x. ഈ എക്സിന് പകരം 2 - x ആക്കും. ഓട്ടോമാറ്റിക്കലി 2 - xന് പകരം എക്സും ആവും. അപ്പോൾ therefore I = ഇൻ്റഗ്രൽ 0 to 2 എക്സിന് പകരം 2 - x ഇൻറ്റു ഈ 2 - xന് പകരം x റൈസ് ടു 5 dx. അപ്പോൾ ഗുണിക്കുന്ന സമയത്ത് 2x റൈസ് ടു 5 മൈനസ് x റൈസ് ടു 6 dx. എക്സും x റൈസ് ടു 5 x റൈസ് ടു 6 0 to 2. അപ്പോൾ 2 ഇൻറ്റു x റൈസ് ടു 6/6 മൈനസ് x റൈസ് ടു 7/7 ലെസ്സി വേണ്ട, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0 to 2. ഇവിടെ ഈ 6 ഒന്ന് വെട്ടുമ്പോൾ ഇവിടെ 3 ആണ്. അപ്പോൾ 1/3 പുറത്തേക്ക് എടുത്തിട്ട് x റൈസ് ടു 6ൽ 0 to 2 അപ്ലൈ ചെയ്തു. മൈനസ് 1/7 പുറത്തേക്ക് എടുത്തിട്ട് x റൈസ് ടു 7ൽ 0 to 2 അപ്ലൈ ചെയ്തു. അപ്പോൾ 1/3 ഇൻറ്റു 2 റൈസ് ടു 6 മൈനസ് 0 മൈനസ് 1/7 ഇൻറ്റു 2 റൈസ് ടു 7 മൈനസ് 0. അപ്പോൾ 2 റൈസ് ടു 6/3 മൈനസ് 2 റൈസ് ടു 7/7 ഈസ് ദി ആൻസർ. അങ്ങനെ മതി. സിംപ്ലിഫൈ ചെയ്തോളന്നില്ല. ഇനി സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സിംപ്ലിഫൈയും ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ 64/21 എന്ന് കിട്ടും. അടുത്ത് നോക്ക്. ഇൻ്റഗ്രൽ 0 to 1 x × 1 - x റൈസ് ടു n dx. അപ്പോൾ നമുക്ക് എക്സിനെ
0 plus 1 minus x. അപ്പോൾ x changes to 1 minus x. 1 minus x changes to x. Therefore I equal to integral 0 to 1 minus x into x raised to n. അപ്പം വരും x raised to n minus x raised to n plus 1. x into x raised to n പിന്നെ x raised to n plus 1 ആണ്. ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. x raised to n ൻ്റെ ഇൻ്റഗ്രൽ x raised to n plus 1 by n plus 1 minus x raised to n plus 1 ൻ്റെ ഇൻ്റഗ്രൽ n plus 2 by x raised to n plus 2 by n plus 2. ഇതിൽ നമ്മൾ 0 to 1 കൊടുക്കണം. അപ്പോൾ ആദ്യത്തേൽ കൊടുക്കുമ്പോൾ 1 by n plus 1 പുറത്തേക്ക് എടുത്തിട്ട് x raised to n plus 1 0 to 1 കൊടുക്കുന്നു. മൈനസ് 1 by n plus 2 പുറത്തേക്ക് എടുത്തിട്ട് x raised to n plus 2 0 to 1 കൊടുക്കുന്നു. അപ്പോൾ 1 by n plus 1 into 1 raised to n plus 1 1 minus 0 minus 1 by n plus 2 into 1 raised to n plus 2 1 minus 0. അപ്പോൾ 1 by n plus 1 minus 1 by n plus 2 n plus 1 into n plus 2 cross multiply ചെയ്യുന്നു. n plus 1 n plus 2 into 1 n plus 2 minus n plus 1 that's equal to n plus 2 minus n minus 1 divided by n plus 1 into n plus 2. ഇവിടെ n plus 2 into 1 n plus 2 n plus 1 into minus 1 എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് n plus 1 വരും. മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് n മൈനസ് 1 ഈ n എന്നും പോകും. 2 minus 1 1 by n plus 1 into n plus 2 is the answer. അടുത്ത നോക്കാം. ഇൻ്റഗ്രൽ 0 to a x root a minus x. അപ്പോൾ നമ്മൾ എക്സിനെ ചേഞ്ച് ചെയ്യുന്നു. 0 plus a minus x. x changes to a minus x. a minus x changes to x. Therefore I equal to 0 to a എക്സിന് പകരം a minus x into root a minus xന് പകരം root x dx. അപ്പം എന്തുവരും 0 to a root x minus x root x dx. അതായത് ഇൻ്റഗ്രൽ 0 to a root x minus x root x എന്ന് പറഞ്ഞാൽ x raised to 3/2 ആണ്. x raised to 3/2 x raised to 1 into x raised to 1/2 root x എന്ന് പറഞ്ഞാൽ 1/2 1 plus 1/2 3/2 x root x എന്ന് പറഞ്ഞാൽ x raised to 3/2 ആണ്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. a into root xൻ്റെത് 2/3 x raised to 3/2 മൈനസ് x raised to 3/2ൻ്റെത് x raised to 5/2 by 5/2 അതായത് 3/2 plus 1 5/2 അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഇതിനെ നമുക്ക് 0 to a കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 2a/3 പുറത്തേക്ക് വരും അല്ലേ. 2a/3 പുറത്തേക്ക് വന്നിട്ട് x raised to 3/2 x raised to 3/2 0 to a കൊടുക്കണം. മൈനസ് ഈ ബൈ 5/2 എന്ന് പറഞ്ഞാൽ 2/5 അല്ലേ. 2/5 പുറത്തേക്ക് വന്നിട്ട് x raised to 5/2 0 to a കൊടുക്കണം. കണ്ടില്ല? അപ്പോൾ എങ്ങനെ വരും? 2a/3 into a raised to 3/2 മൈനസ് 0 raised to 3/2 മൈനസ് 2/5 into a raised to 5/2 in മൈനസ് 0. അപ്പോൾ എങ്ങനെ വരും? 2a/3 into a raised to 3/2 പറയുമ്പോൾ a root a ആണ്. മൈനസ് 2/5 into a raised to 5/2 പറയുമ്പോൾ a square root a ആണ്. അതായത് 4 എടുത്താൽ 4/2 സ്ക്വയർ പിന്നെ ഒരു 1/2 ബാക്കിയുണ്ട് റൂട്ട് a. അതായത് 5 raised to 5/2 പറഞ്ഞാൽ എന്താണ്? a raised to 4/2 into a raised to 1/2 ആണ് അല്ലേ. 5/2 പറയുമ്പോൾ a raised to 4/2 into 1/2 ആണ്. അപ്പോൾ a raised to 4/2 a square root a raised to 5/2. അപ്പോൾ എന്ത് വരും? 2/3 a into a square root a മൈനസ് 2/5 a square root a square root a കോമൺ ആണ്. 2a square root a കോമൺ 1/3 മൈനസ് 1/5. അപ്പോൾ 2a square root a into 5 minus 3 2/15. ആൻസർ
4a square root a divided by 15. That is the answer. 4a square root a by 15. Another question. Evaluate integral 0 to a root x by root a minus x plus root x. First I എന്ന് വിളിച്ചു 0 to a root x by root a minus x plus root x dx. ഓക്കെ, ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നറിയോ? എക്സിനെ ചേഞ്ച് ചെയ്യാണ്. എക്സ് ചേഞ്ചസ് ടു 0 പ്ലസ് എ, 0 പ്ലസ് എ മൈനസ് എക്സ്. അതായത് എക്സിനെ ചേഞ്ച് ചെയ്യുന്നു എ മൈനസ് എക്സ്. അപ്പോൾ എക്സിലോടത്ത് എ മൈനസ് എക്സ് ആവും, എ മൈനസ് എക്സിലോടത്ത് എക്സും ആവും. അപ്പോൾ ദെർഫോർ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സിലോടത്ത് എ മൈനസ് എക്സ് ആവും. അപ്പോൾ റൂട്ട് എ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഈ എക്സ്, എ മൈനസ് എക്സിലോടത്ത് റൂട്ട് എക്സ് ആവും, അല്ലെ എ മൈനസ് എക്സിലോടത്ത് എക്സ് ആവും. ഈ എക്സിലോടത്ത് റൂട്ട് എ മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇത് 1 എന്ന് വിളിച്ചു, ഇതിനെ 2 എന്ന് വിളിച്ചു. ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്ക്. 1 + 2 gives 2i. 0 to a ഉണ്ട് കേട്ടോ. 0 to a കോമൺ. ഡിനോമിനേറ്റർ ചേഞ്ച് ആവുന്നുണ്ടോ? റൂട്ട് എ മൈനസ് എക്സ് പ്ലസ് എക്സ്, റൂട്ട് എ മൈനസ് എക്സ് പ്ലസ് എക്സ് ചേഞ്ച് ആവുന്നില്ല. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ്. അപ്പോൾ ന്യൂമറേറ്റർ ജസ്റ്റ് കൂട്ടിയാൽ മതി. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് രണ്ട് വെട്ടിപ്പോയില്ലേ? അപ്പോൾ എന്ത് കിട്ടി? 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a, ഇത് രണ്ട് വെട്ടിപ്പോകുന്നു, 1 dx. അപ്പോൾ എന്താവുന്നു? 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 dx എക്സ് ആണ്, 0 to a. അപ്പോൾ 2i ഈക്വൽ ടു a മൈനസ് 0. 2i ഈക്വൽ ടു a, i ഈക്വൽ ടു a by 2. a by 2 is the answer. Question നോക്കുക. I ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3 minus x whole raised to 10 divided by 3 minus x whole raised to 10 plus x raised to 10. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിലൊന്ന് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? എക്സ് ചേഞ്ചസ് ടു 0 + 3 മൈനസ് എക്സ്. അപ്പോൾ എക്സ് ചേഞ്ചസ് ടു 3 മൈനസ് എക്സ്. എക്സിനെ 3 മൈനസ് എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ 3 മൈനസ് എക്സിന് പകരം എക്സിനെ അല്ലേ 3 മൈനസ് എക്സിനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എന്താവുന്നു? ദെർഫോർ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൾസോ അല്ലേ, ആൾസോ ഐ 0 to 3 മൈനസ് എക്സ് എന്നുള്ളിടത്ത് എക്സ് ആവും. അപ്പോൾ എക്സ് റൈസ് ടു 10 ഡിവൈഡ് ബൈ ഈ എക്സ് ആവും, എക്സ് റൈസ് ടു 10 പ്ലസ് ഈ എക്സ് റൈസ് ടു 10 പകരം 3 മൈനസ് എക്സ് ഹോൾ റൈസ് ടു 10 ആവും ഡി എക്സ്. ഇതിനെ 2 എന്ന് വിളിച്ചു, ഇത് 1. 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുന്നു, 1 + 2 gives 2i ഈക്വൽ ടു 0 to 3. ഡിനോമിനേറ്റർ സെയിം ആണ്, എക്സ് റൈസ് ടു 10 പ്ലസ് 3 മൈനസ് എക്സ് റൈസ് ടു 10. അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് റൈസ് ടു 10 പ്ലസ് 3 മൈനസ് എക്സ് റൈസ് ടു 10 തന്നെയാണ് അല്ല? ഇത് രണ്ട് ആഡ് ചെയ്താൽ എക്സ് റൈസ് ടു 10 പ്ലസ് 3 മൈനസ് എക്സ് റൈസ് ടു 10 അല്ലേ ഡി എക്സ്. അപ്പോൾ ഇത് വെട്ടിപ്പോവും. 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3 1 dx. ഇതാവുന്നു 2i ഈക്വൽ ടു 1 dx എക്സ് ആണ്, 0 to 3. അപ്പോൾ 2i ഈക്വൽ ടു 3 മൈനസ് 0, 2i ഈക്വൽ ടു 3, i ഈക്വൽ ടു 3/2 ഈസ് ദി ആൻസർ. അത് നമുക്ക് ഈ ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് ദി ലിമിറ്റ് ഓഫ് സം. അതായത് ഡെഫിനിറ്റ് ഇൻ്റഗ്രല് ലിമിറ്റ്, ഒരു സമ്മിൻ്റെ ലിമിറ്റ്, സമ്മിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമ്മൾ പഠിച്ച ഫസ്റ്റ് ഇയറിൽ പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ പഠിച്ച ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലേ, ആ ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാണാനൊരു എളുപ്പമാർഗ്ഗമൊന്നും അല്ല, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. പക്ഷേ ഈ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഏരിയയുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ അല്ലേ? ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഏരിയയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. പോസിറ്റീവ് ഭാഗത്ത് എക്സിൻ്റെ എക്സ് ആക്സിന് മുകൾ ഭാഗത്താണെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇക്വലൻ്റ് ടു ഏരിയ ആണ്
അല്ലേ? അപ്പോൾ അത് തന്നെയാണ് എന്നുള്ളതിന് ഒരു പ്രൂഫായിട്ടാണ് നമ്മൾ ഈ ഭാഗം പഠിക്കുന്നത്. അതിനൊരു തെളിവ് വേണമല്ലോ, ആ പറഞ്ഞതിനൊരു തെളിവ് വേണ്ടേ? ആ ഒരു തെളിവ് അല്ലെങ്കിൽ അതിനൊരു പ്രൂഫായിട്ടാണ് നമ്മൾ ഈ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ഭാഗത്ത് മുകൾ ഭാഗത്തുള്ള ഗ്രാഫായിട്ട് ഞാൻ എടുത്തു. ഇതാണ് നമ്മുടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ a ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ ഈ ഏരിയ ആണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ ഈ ഏരിയ ഞാൻ വേറൊരു രീതിയിൽ കാണാൻ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇതിനെ n ഈക്വൽ ഏരിയ ആക്കി ഡിവൈഡ് ചെയ്തു, ഇതിനെ സബ് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ 1 2 3 എക്സെട്ര അങ്ങനെ n ഈക്വൽ ഏരിയ ആക്കി ഡിവൈഡ് ചെയ്തു. അതായത് ഇതിൻ്റെ ഒക്കെ വിഡ്ത്ത് h ആണെന്ന് ഞാൻ എടുത്തു. ഇത് h എല്ലാത്തിൻ്റെയും വിഡ്ത്ത് എത്രയാണ്? h. അപ്പോൾ ഈ പോയിന്റ് എ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ അടുത്ത ഈ എക്സ് പോയിന്റ് എന്തായിരിക്കും? a+h ആയിരിക്കും. ഇത് a+2h ആയിരിക്കും അല്ലേ? ഒരു h അല്ലേ? അപ്പോൾ a+h, ഇവിടെ 2h ഉള്ളതുകൊണ്ട് a+2h, a+3h എക്സെട്ര അങ്ങനെ അവസാനത്തത് a+nh അല്ലേ? ഒന്നാമത്തെ തീരുമ്പോൾ a+1h, രണ്ടാമത്തെ തീരുമ്പോൾ a+2h, മൂന്നാമത്തെ തീരുമ്പോൾ a+3h, അങ്ങനെ n-ആമത്തെ തീരുമ്പോൾ a+nh. n ഈക്വൽ സബ് ഏരിയാസ് ആക്കി ഞാൻ ഈ ഭാഗത്ത് ഡിവൈഡ് ചെയ്തു. അടിയല്ല, ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചോ, ഈ ഏരിയ എല്ലാം കൂടി എനിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻ്റഗ്രൽ a ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കിട്ടും. അതിന് ഈ ഏരിയ എനിക്ക് കൂട്ടണമെങ്കിൽ ഈ ഷേപ്പ് എന്താണ് എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അറിയുന്ന ഒരു ഷേപ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അതായത് ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ കുറച്ചും കൂടി കൂട്ടിയിട്ട് ഒരു റെക്റ്റാങ്കിളാക്കി മാറ്റി, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളാക്കി മാറ്റി. അപ്പോൾ നമുക്കറിയാം ഈ ഹൈറ്റ് എത്ര വരിക? ഈ ഹൈറ്റ്, ഈ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് എത്ര വരിക? ഈ പോയിന്റിൽ ഈ പോയിന്റിലെ എക്സ് അല്ലേ? ഈ പോയിന്റിലെ എക്സ് a+h അല്ലേ? അപ്പോൾ ഈ y വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് a+h ആണ് അല്ലേ? ഈ y വാല്യൂ എഫ് ഓഫ് a+h ആണ്. ഇനി ഇതിൻ്റെ ഹൈറ്റ്, ഈ ഹൈറ്റ് എത്രയാണ്? എഫ് ഓഫ് a+2h. ഇനി ഇല്ല, ഇതിൻ്റെ ഹൈറ്റ് എഫ് ഓഫ് 3+3h. ഇങ്ങനെ അവസാനത്തെ ഹൈറ്റ് എത്രയാണ്? എഫ് ഓഫ് a+nh എക്സെട്ര. ഇവിടെ ഇങ്ങനെ എക്സെട്ര ഉണ്ടാവും. റെഡി അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഇങ്ങനെ റെക്റ്റാങ്കിൾ ഞാൻ ഫോം ചെയ്തു, ഇങ്ങനെ റെക്റ്റാങ്കിൾ ഫോം ചെയ്തു, ഇങ്ങനെ റെക്റ്റാങ്കിൾ ഫോം ചെയ്തു, ഇങ്ങനെ റെക്റ്റാങ്കിൾ ഫോം ചെയ്തു. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും കിട്ടി അല്ലേ, ഹൈറ്റും കിട്ടി, ഈ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി, രണ്ടും കിട്ടി അല്ലേ? നോക്കൂ, ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്താൽ മതി. അപ്പോൾ ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും, ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും, ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും, ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ആ എല്ലാ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ വേണ്ടതിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. ഈ ചെറിയ സാധനങ്ങൾ അങ്ങ് ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഓട്ടോമാറ്റിക്കലി ഈ എഫ് ഓഫ് ഇൻ്റഗ്രൽ a ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഈ ഏരിയ കിട്ടി. ഇതാണ് ഇൻ്റഗ്രൽ a ടു ബി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കർവ് ബൗണ്ട് ചെയ്യുന്ന ഈ ഏരിയ ആണ്. അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം ഈ സം ഓഫ് ദി റെക്റ്റാങ്കിൾസ് ഒന്ന് കാണുകയാണ്. എന്താണ്? സം ഓഫ് area of small rectangles അല്ലെങ്കിൽ rectangles. Sum of area of rectangles ഈക്വൽ ടു എങ്ങനെയായിരിക്കും ഏരിയ കാണാം? ആദ്യം ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം. h ഇൻറ്റു അല്ലേ, ഈ ലെങ്ത് ഇൻറ്റു ഈ അല്ലേ, ഈ വിഡ്ത്ത് ഇൻറ്റു ഈ ഹൈറ്റ് ചെയ്താൽ മതി അല്ലേ? h ഇൻറ്റു ഇത് എത്രയാണ്? എഫ് ഓഫ് a+h അല്ലേ? എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇതാട്ടോ, ഇതാണ് എഫ് ഓഫ് എ വരിക. നമുക്ക് ഈ ഹൈറ്റ് അല്ലേ വേണ്ടത്? നമ്മൾ ഇങ്ങനെയല്ലേ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയത് അല്ലേ? ഇങ്ങനെ വലിയ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയത്. അപ്പം h ഇൻറ്റു എഫ് ഓഫ് a+h ഒന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയി. പ്ലസ് ഈ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ h ഇൻറ്റു എഫ് ഓഫ് a+2h, h ഇൻറ്റു എഫ് ഓഫ് a+2h രണ്ടാമത്തെ റെക്റ്റാങ്കിൾ അല്ലേ? രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ഇതാണ് അതിൻ്റെ വിഡ്ത്ത്. ഇനി ഹൈറ്റ് ഇത്രയെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് a+2h ആണ്. പ്ലസ് ഇനി മൂന്നാമത്തെ റെക്റ്റാങ്കിൾ ഏരിയ എഫ് ഓഫ് a+ അല്ലേ? h ഇൻറ്റു എഫ് ഓഫ് a+3h അല്ലേ? എഫ് ഓഫ് a+3h പ്ലസ് എക്സെട്ര. അങ്ങനെ ലാസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എഫ് ഓഫ് a+nh ഇങ്ങനെ കിട്ടി. h ഇൻറ്റു എഫ് ഓഫ് a+h പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് a+2h പ്ലസ് എക്സെട്ര പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് a+nh. എല്ലാത്തിലും നമുക്ക് h കോമൺ ആയതുകൊണ്ട് തന്നെ h ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു h പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് a+h പ്ലസ് എഫ് ഓഫ് a+2h പ്ലസ് എഫ് ഓഫ് a+3h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് a+nh.
അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റെക്റ്റാങ്കിൾസിൻ്റെ എല്ലാം കൂടി ഏരിയ. ഇനി ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഈ ഏരിയയുടെ സമ്മ് അല്ലെ, ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയയുടെ സമ്മിൽ നിന്നും എങ്ങനെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കിട്ടും അതാണ് ഞാൻ പറയാൻ പോണത്. നമുക്ക് എന്താ കിട്ടേണ്ടത്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അല്ലേ, അതിന് എന്ത് ചെയ്താൽ മതി? ഈ സാധനം ഒഴിവായി കിട്ടിയാൽ മതി അല്ലേ. നോക്കൂ, ഈ എച്ചിൻ്റെ വിടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നു. എച്ചിൻ്റെ വിടുത്ത് ഇത്ര ഉള്ളിടത്തുനിന്ന് ഞാൻ ഇത്ര കൊണ്ടുവന്നു, ഇത്ര ആക്കി. അപ്പം എന്തായി? ഈ കുറയ്ക്കേണ്ട ഏരിയ കുറഞ്ഞു പോയി അല്ലേ. കുറച്ച് ആദ്യം കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചായി. വീണ്ടും ഞാൻ കുറച്ച് കൊണ്ടുവന്നു. ഈ എച്ച് എന്ന് പറയുന്ന വിടുത്ത് ഞാൻ വീണ്ടും കുറച്ച് കൊണ്ടുവന്നു. റെഡിയല്ലേ? ഞാൻ ഇവിടെ വരച്ച് ബുദ്ധിമുട്ടാക്കുന്നില്ല, ഇവിടെ വേറൊന്നും ഞാൻ വരയ്ക്കുകയാണ്. ആ ചെറിയൊരു പാർട്ട് മാത്രം ഞാൻ എടുത്തു. ഇതാണ് എച്ച് ഉണ്ടായിരുന്നത് അല്ലേ, എച്ച് ആദ്യം. ഈ എച്ചിൻ്റെ വിടുത്ത് ഞാൻ എച്ച് കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഈ ആദ്യം ഉണ്ടായിരുന്ന എച്ചിന് ഇത്രയും ഒഴിവാക്കാണ്ടായിരുന്നു അല്ലേ. എച്ചിൻ്റെ വിടുത്ത് കുറച്ചപ്പം കുറഞ്ഞു വന്നു, വീണ്ടും എച്ചിൻ്റെ വിടുത്ത് കുറച്ചപ്പം ആ കുറയ്ക്കേണ്ട ഭാഗം കുറഞ്ഞു വന്നു അല്ലേ. വീണ്ടും വിടുത്ത് കുറച്ചു. അങ്ങനെ മാക്സിമം നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് കുറച്ചു. അങ്ങനെ കുറച്ച് എച്ച് ടെൻസ് ടു 0 ആവുന്നു. എച്ച് ടെൻസ് ടു 0 ആവുന്നു പറഞ്ഞാൽ അതിങ്ങനെ ഇല്ലാതാവുന്നു, എച്ച് ഇല്ലാതാവുന്നു അല്ലേ. എച്ച് ടെൻസ് ടു 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? ഇവിടെ പിന്നെ കുറയ്ക്കേണ്ടാവുമോ? ഇല്ല. അപ്പോൾ എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എച്ച് 0 സങ്കല്പിച്ചാൽ ആ സമയത്തുള്ള ഈ സം ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനായിരിക്കും. കാരണം ഇതിൽ ഈ സം ഓഫ് റെക്റ്റാങ്കിൾസിൽ നമ്മൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അങ്ങ് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇല്ലേ? എച്ച് ടെൻസ് ടു 0 അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ്? എച്ച് ടെൻസ് ടു 0 അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ നമുക്കൊന്ന് എഴുതി നോക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അങ്ങ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 3h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് NH. റെഡിയല്ലേ? ഇതാണ് നമ്മുടെ ഫോർമുല. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 3h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് NH. അപ്പോൾ എന്താ സംഭവം? എച്ച് ടെൻസ് ടു 0 ആവുന്ന സമയത്ത്, എച്ച് 0 ആകുന്ന സമയത്ത് ഈ ഏരിയയുടെ എക്സ്പെക്റ്റഡ് വാല്യൂ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ എന്നുള്ളത് എന്തായിരിക്കും? ഈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ഏരിയ ആയിരിക്കും. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ എച്ച് വളരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, സംഭവം സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. എച്ച് വളരെ, ഈ വിടുത്ത് വളരെ ചെറിയ വിടുത്തുകൾ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിനോട് അടുത്തടുത്തടുത്തടുത്തടുത്തടുത്തല്ല ഉണ്ടാവുക ഈ റെക്റ്റാങ്കിൾസ്. അങ്ങനെ റെക്റ്റാങ്കിൾ അടുത്തടുത്തടുത്തടുത്താകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവുന്നു? നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നത് എന്തായിരിക്കും? ഇതിലൂടെ തന്നെ ഉള്ളതായിരിക്കും കിട്ടുന്നത്. അതായത് നമ്മൾ ഈ എച്ച് ടെൻസ് ടു 0 ആക്കുന്ന സമയത്ത്, എച്ച് ഇല്ലാതാക്കുന്ന സമയത്ത് നമുക്ക് ഈ മൈനസ് ചെയ്യേണ്ട സാധനം അങ്ങ് പോവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് നമ്മൾ കാണുന്ന ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ എന്നുള്ളത് എന്തെന്നായിരിക്കും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ്, അതിന് ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് തറവായിട്ട് വേണം. ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത്? എച്ച് 0 ആകുമ്പോൾ, എച്ച് ഇല്ലാതാകുമ്പോൾ ഈ ഏരിയക്ക് പ്രതീക്ഷിക്കുന്ന വാല്യൂ എന്നുള്ളത് എന്തായിരിക്കും? ഈ ഏരിയ തന്നെ ആയിരിക്കും. ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയക്ക് പ്രതീക്ഷിക്കുന്ന ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയയിലെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്തായിരിക്കും? എ ടു ബി, എ മുതൽ ബി വരെയുള്ള ഈ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇത് തന്നെ ആയിരിക്കും. അതായത് ഈ കർവ് ബൗണ്ട് ചെയ്യുന്ന ഏരിയ തന്നെയായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പഠിച്ചു വെക്കുക. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താ ഫോർമുല? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 3h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് NH. അപ്പോൾ ഇതാണ്, ഈ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് ദി ലിമിറ്റ് ഓഫ് സം. അപ്പം നോക്കൂ, ഈ സമ്മിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നു എന്ത്?
ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ ഇതിന് മനസ്സിലായ കാര്യം? ഈ ബൗണ്ട് ചെയ്യുന്ന ഏരിയ എന്തിന് തുല്യമാണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് തുല്യമാണ് എന്ന് കാണിക്കാനാണ് എന്ത് ചെയ്തത്? ഇത്രയും നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച പോലെ ചെയ്താലും ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഈ ഏരിയ കണ്ടാലും സെയിം ആൻസർ ആണെന്നല്ലേ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തോളൂ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 3h പ്ലസ് എക്സെട്രാ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എൻ എച്ച്. ഇനി ഇപ്പം ഞാനിങ്ങനെ റെക്റ്റാങ്കിൾ ഇങ്ങനെ കൂട്ടാണ് ചെയ്തത്, ഇങ്ങനെ മുകളിലോട്ട് ഉണ്ടാക്കുക. ഇനി ഒരു വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ താഴത്തു കൂടെ റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാം. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ മാറ്റം ഇവിടെ ഉണ്ടാവും. ഇവിടെ എഫ് ഓഫ് എ പ്ലസ് എച്ചിന് തുടങ്ങുന്നതിന് പകരം എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എക്സെട്രാ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് n-1h എന്നുണ്ടാവും. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വിഷയമില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ ഫോർമുല പഠിച്ച് വെച്ചാൽ മതി. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. നോക്കൂ, അവസാനം നമുക്കറിയാം ഈ ബി ഈക്വൽ ടു എ പ്ലസ് എൻ എച്ച് അല്ലേ? ബി ഈക്വൽ ടു എ പ്ലസ് എൻ എച്ച് അല്ലേ? ബി ഈക്വൽ ടു എ പ്ലസ് എൻ എച്ച്. നമുക്ക് ഇതിൽ നിന്ന് എൻ എച്ച് എങ്ങനെ ഉണ്ടാക്കാം? എൻ എച്ച് ഈക്വൽ ടു എങ്ങനെ ഉണ്ടാക്കാം? ബി മൈനസ് എ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞ ഡിസ്കഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ ഫിഗറും കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഫോർമുല ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 3h പ്ലസ് എക്സെട്രാ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എൻ എച്ച്, പിന്നെ എൻ എച്ച് ഈക്വൽ ടു ബി മൈനസ് എ. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ലാസ്റ്റ് ലിമിറ്റ് ഓഫ് സം ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടി ചെയ്താൽ ഈ ഭാഗം കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫോർമുലാസൊക്കെ ആവശ്യം വരും. നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിൽ കഴിഞ്ഞ വർഷം പഠിച്ച ഫോർമുല 1 + 2 + 3 + എക്സെട്രാ പ്ലസ് n × n + 1/2 1² + 2² + 3² + എക്സെട്രാ പ്ലസ് n² n × n + 1 × 2n + 1/6 1³ + 2³ + 3³ + എക്സെട്രാ പ്ലസ് n³ n × n + 1/2 ഹോൾ സ്ക്വയർ 1 + 1 + 1 + എക്സെട്രാ പ്ലസ് 1 n1 ആഡ് ചെയ്ത n. പിന്നെ ഒരു സം ടു n ടേംസ് ഓഫ് ജി പി a × r⁻n-1/r-1. ലിമിറ്റ് നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് പഠിച്ച റിസൾട്ട് ലിമിറ്റ് h ടെൻസ് ടു 0 e⁻h-1/h ആൻസർ 1. ലിമിറ്റ് h ടെൻസ് 0 sin h/h ആൻസർ 1. ഇനിയിപ്പോൾ h/ ഇങ്ങനെ തിരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ലിമിറ്റ് h ടെൻസ് ടു 0 h/e⁻h-1 അതും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ലിമിറ്റ് h ടെൻസ് ടു 0 h/sin h ഈക്വൽ ടു ആൻസർ 1. നമ്മൾ എക്സിലാണ് പഠിച്ചത്, ഇവിടെ എച്ചിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ എച്ചിൽ, നമ്മൾ ഇവിടെ എച്ചിലല്ലേ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ എച്ചിൽ തന്നെ റിസൾട്ട് എഴുതിയത്. ഇത് a⁻n ആയിട്ട് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആകരുത്. a⁻h അല്ല, a⁻n കേട്ടോ. Sn of a GP a × r⁻n-1/r-1. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 3 x dx ആസ് ദി ലിമിറ്റ് ഓഫ് സം. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കാണാവൂ. ഇത് അത്ര വലിയ ഈസി ആയിട്ടുള്ള മെത്തേഡൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 3 x dx ആസ് ദി ലിമിറ്റ് ഓഫ് സം, ലിമിറ്റ് ഓഫ് സം ഉപയോഗിച്ചുകൊണ്ട് കാണണമെന്ന് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ കാണണം. റെഡി അല്ലേ? ഓക്കെ, നമുക്കൊന്ന് ഇത് ആദ്യം ഫോർമുല ചെയ്ത്. അപ്പോൾ ലിമിറ്റ് ഓഫ് സം ഉപയോഗിച്ചുകൊണ്ട് കാണാൻ പറഞ്ഞാൽ ആദ്യം ഫോർമുലയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 3h പ്ലസ് എക്സെട്രാ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് nh ഫോർമുല. ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് വേണ്ടത്? a to b വേണം അല്ലേ? a to b എന്ന് പറയുന്നിടത്ത് 0 to 3 ആണ്. ഇൻ്റഗ്രൽ 0 to 3 x dx എന്നാണ്. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് x ആണ്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്നുള്ളിടത്ത് എഫ് ഓഫ് 0 പ്ലസ് h എന്നാവും. എഫ് ഓഫ് 0 പ്ലസ് 2h ആവും. പ്ലസ്
എഫ് ഓഫ് 0 പ്ലസ് 3h ആവും പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് NH ഇങ്ങനെയാവും. ഇടയില്ലേ? അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാവും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് h എന്നുള്ളിടത്ത് എഫ് ഓഫ് h ആവും, എഫ് ഓഫ് 2h ആവും, എഫ് ഓഫ് 3h ആവും പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് NH ആവും. എഫ് ഓഫ് NH. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? എഫ് ഓഫ് എക്സ് എക്സ് അല്ലേ, അതേപോലെ എഫ് ഓഫ് എച്ച്, എഫ് ഓഫ് 2h, എഫ് ഓഫ് 3h ഒക്കെ നമ്മുടെ ഫംഗ്ഷൻ അനുസരിച്ച് മാറ്റി എഴുതാം. അപ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു എഫ് ഓഫ് എച്ച്, എഫ് ഓഫ് എക്സ് എക്സ്, അപ്പോൾ എഫ് ഓഫ് എച്ച് എച്ച്, എഫ് ഓഫ് 2h അല്ലേ, ഉള്ളിലുള്ളത് അതേപോലെ വരികയാണ്, ഉള്ളിലുള്ളത് തന്നെയാണ് എഫ് ഓഫ് എക്സ് എക്സ് എക്സ്, ഉള്ളിലുള്ള സാധനം അതേപോലെ വരികയാണ്. അപ്പോൾ എച്ചിൻ്റെത് എഫ് ഓഫ് എച്ച് എച്ച്, എഫ് ഓഫ് 2h എഫ് ഓഫ് 3h പ്ലസ് എക്സെട്ര പ്ലസ് NH. ഇടയില്ല, ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടില്ല. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഒരു സമ്മ് വരും, ആ സമ്മ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു റിസൾട്ടാക്കി മാറ്റാം. അതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സമ്മിൽ ആണ് ലിമിറ്റ് അപ്ലൈ. അപ്പോൾ സമ്മിൽ ഫോമിലൊക്കെ അപ്ലൈ ചെയ്ത് അതിന് ശേഷം മാത്രമേ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു നോക്കൂ h പ്ലസ് 2h പ്ലസ് 3h പ്ലസ് എക്സെട്ര പ്ലസ് NH. ഇവിടെ ആര് കോമൺ ആണ്? h കോമൺ അല്ലേ? h കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n അല്ലേ വരുന്നത്, കണ്ടോ? അപ്പോൾ എന്ത് വന്നു? ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു ഈ h ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു, h ഇൻറ്റു ഇവിടെ ആദ്യമേ ഉള്ള h ആണ്, ഇവിടെ ഒരു h, ഈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2, n ഇൻറ്റു n പ്ലസ് 1/2. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു ബ്രാക്കറ്റ് കൊടുക്കാം. റെഡിയല്ലേ? h ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ് NH ഈക്വൽ ടു B മൈനസ് എ എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? NH ഈക്വൽ ടു B മൈനസ് എ. അപ്പോൾ NH ഈക്വൽ ടു വാട്ട് ഈസ് B3 3 മൈനസ് 0. അപ്പോൾ NH എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. നമുക്കറിയാം B ഈക്വൽ ടു A പ്ലസ് NH ആണ്, അതിൽ നിന്നാണ് NH ഈക്വൽ ടു B മൈനസ് എ. NH ഈക്വൽ ടു B മൈനസ് എ, NH ഈക്വൽ ടു 3 മൈനസ് 0, NH ഈക്വൽ ടു 3. അപ്പോൾ NH എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് 3 കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് ഇവിടെ നോക്കി, എച്ചും വേരിയബിളാണ് എന്നും വേരിയബിളാണ്, രണ്ടും വേരിയബിളാണ്. ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 വേരിയബിൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ n എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഒഴിവാക്കണം. n എന്ന് പറയുന്ന വേരിയബിളിനെ ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, NH ഉണ്ടാക്കിയിട്ട് 3 എന്ന് കൊടുക്കുക. അപ്പോൾ n എന്ന് പറയുന്ന വേരിയബിൾ പോകും. അപ്പോൾ ഈ nകളൊക്കെ എന്തായിട്ട് മാറണം? NHകളാക്കി മാറ്റണം. അതിനുള്ള ട്രിക്ക് നോക്ക്. ലിമിറ്റ് h ടെൻസ് ടു 0. ഇവിടെ ഒരു h ഉണ്ട്, 2 h ഉണ്ട് അല്ലേ? ഒരു h ഇൻറ്റു h 2 h ഉണ്ട്. ഈ ഒരു hനെ നമ്മൾ എന്ത് ചെയ്യുക അറിയോ? ഈ ഒരു n-ന് കൊടുക്കുക. ഈ ഒരു h-നെ നമ്മൾ ഒരു ടീമിനും കൊടുക്കുക. അതായത് ഈ h-നെ ഈ n-നും കൊടുക്കുക, ഈ h-ന് ഈ n-നും കൊടുക്കുക, n+1-നും കൊടുക്കുക. അപ്പോൾ എങ്ങനെ ആവും? ഈ n-ന് h കൊടുക്കുമ്പോൾ NH ആവും. റെഡിയില്ല? അപ്പോൾ ഒരു ഈ h-ഉം n-ഉം കൂടി ടീമായിട്ട് NH ആയി. ഇനി ഈ ഒരു h ഉണ്ട്, ഈ h n+1-ന് കൊടുക്കുമ്പോൾ എങ്ങനെ വരിക? h ഇൻറ്റു n+1 എന്ന് പറഞ്ഞാൽ NH പ്ലസ് h ആണ്. h ഇൻറ്റു n+1, h ഇൻറ്റു n+1 എന്ന് പറയുമ്പോൾ NH പ്ലസ് h ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്ര ഈ ഫോർമുല കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ എച്ചുകൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? ഇവിടെ ഈ ഒരു ടീമിന് ഒരു h കൊടുത്തു അല്ലേ? ഈ ഒരു h-ന് ഈ n+1-ന് h കൊടുത്തു. റെഡിയല്ലേ? ഓക്കെ. ഈ h-നെ ഈ n കൊണ്ടും ഗുണിച്ചു, ഈ h-നെ n+1 കൊണ്ടും ഗുണിച്ചു. ഈ h-നും n-ഉം കൂടി ഗുണിക്കുമ്പോൾ NH, n+1-ഉം h-ഉം കൂടി ഗുണിക്കുമ്പോൾ NH പ്ലസ് h. റെഡിയല്ലേ? ഇങ്ങനെയായി. ഇനി എന്ത് ചെയ്യണം? NH-ന് പകരമൊക്കെ 3 കൊടുക്കുക. ലിമിറ്റ് h ടെൻസ് ടു 0, NH-ന് പകരം 3 കൊടുത്താൽ 3 ഇൻറ്റു 3 പ്ലസ് h/2. ഇപ്പോൾ നോക്ക്, ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടതിൽ എന്ത് മാത്രമേ ഉള്ളൂ? h മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചെറിയ +1-ൽ പഠിച്ച പോലെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ആൻസർ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ആൻസർ. അപ്പോൾ നേരിട്ട് h-ന് അങ്ങ് 0 കൊടുത്താൽ അവിടെ ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ ആൻസർ 3 ഇൻറ്റു 3 പ്ലസ് 0/2. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 3
9/2 ഈസ് ദി ആൻസർ. 9/2 ഈസ് ദി ആൻസർ. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. 0 to 3 x dx x²/2 0 to 3 കൊടുക്കുക. അപ്പോൾ 1/2 പുറത്തേക്ക് എടുത്തിട്ട് x² 0 to 3 കൊടുക്കുക. അപ്പോൾ 1/2 × 3² 9 9 - 0 9/2 കണ്ടോ. ഇത്ര ചെയ്യാനേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം പഠിക്കുന്നത്? ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആ ഏരിയയുമായി ബന്ധമുള്ള സാധനം തന്നെയാണ് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, ഏരിയ ഉപയോഗിച്ചുകൊണ്ടല്ലേ അല്ലേ ഏരിയയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായി ആ ഏരിയയല്ലേ കിട്ടുന്നത്, ശരിയല്ലേ? അപ്പോൾ ഏരിയ വെച്ച് കണ്ടപ്പോഴാണ് നമുക്ക് 9/2 കിട്ടി. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ യഥാർത്ഥ ആൻസറും തന്നെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കോൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്തുതന്നെയാണ് കിട്ടുന്നത്? 9/2 തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് മനസ്സിലായി ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂയും ആ ഏരിയയുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് നമുക്കുള്ളതിനൊരു തെളിവും കൂടിയായി ഈ കാര്യം. റെഡി അല്ല? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ പഠിക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആസ് ദി ലിമിറ്റ് ഓഫ് സം എന്ന് പ്രത്യേകം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നോക്കൂ, അടുത്ത ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 x² dx ആസ് ദി ലിമിറ്റ് ഓഫ് സം. അപ്പോൾ ആദ്യം ഫോർമുല a to b f of x dx ഇൻ്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ലിമിറ്റ് h tends to 0 h into f of a plus h plus f of a plus 2h plus f of a plus 3h plus etc plus f of a plus nh. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഫോർമുല എഴുതണം. കാരണം ഇൻ്റഗ്രൽ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യാൻ നമുക്ക് 2-3 ഫോർമുലകളുണ്ട്. ഏത് ഫോർമുല ഉപയോഗിച്ചാണ് എഴുതുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഏത് ഫോർമുല ഉപയോഗിച്ച് ചെയ്താലും ആൻസർ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇനി എ ബി, അപ്പോൾ അതിന് പകരം എന്താവും? ഇൻ്റഗ്രൽ 0 to 2 x² dx എന്നാവും. ഇൻ്റഗ്രൽ 0 to 2 x² dx ഈക്വൽ ടു ലിമിറ്റ് h tends to 0 h ഇൻറ്റു എഫ് ഓഫ് എക്ക് പകരം ഇവിടെ 0 ആണ്. 0 പ്ലസ് h എഫ് ഓഫ് 0 പ്ലസ് 2h പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് 3h പ്ലസ് എക്സെട്രാ പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് nh. അപ്പം എന്താവും? ലിമിറ്റ് h tends to 0 h ഇൻറ്റു എഫ് ഓഫ് h പ്ലസ് എഫ് ഓഫ് 2h പ്ലസ് എഫ് ഓഫ് 3h പ്ലസ് എക്സെട്രാ പ്ലസ് എഫ് ഓഫ് nh. ഇനി എഫ് ഓഫ് എക്സ് x² ആണ്. അപ്പോൾ എഫ് ഓഫ് h എന്ന് പറയുന്നത് h². അപ്പോൾ ഇങ്ങനെ വരും ലിമിറ്റ് h tends to 0 h ഇൻറ്റു എഫ് ഓഫ് h² പ്ലസ് എഫ് ഓഫ് 2h ഹോൾ സ്ക്വയർ എഫ് ഓഫ് 3h ഹോൾ സ്ക്വയർ. ഉള്ളിൽ എന്താണ് ഉള്ളത്? അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. പ്ലസ് nh ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വന്നു? ലിമിറ്റ് h tends to 0 h ഇൻറ്റു അല്ലേ h² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ h² പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് 1 അല്ലേ 1 പ്ലസ് ഇവിടെ 2² h² പോകുന്ന ബാക്കി 3². ഇത് 3² h² ആണ്. ഇത് 2² h² ആണ്. അപ്പോൾ 3² ബാക്കി. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഇതിനും ഫോളോ ചെയ്യാൻ വേണ്ടി 1² എന്നാക്കി. 1² എഴുതി കൂടെ അതിന് കുഴപ്പമുണ്ടോ? 1² 1 ഒക്കെ ഒന്ന് സെയിം അല്ലേ? ഓക്കെ. അപ്പോൾ 1² 2² 3² പ്ലസ് എക്സെട്ര അവസാനത്തെ ടേമിൽ n². ഇനി എന്ത് വന്നു? ലിമിറ്റ് h tends to 0 h ഇൻറ്റു h² ഇൻറ്റു 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 ആണ്. ഇതിന് മൊത്തത്തിൽ നമുക്കൊരു ബ്രാക്കറ്റിലാക്കാം. അപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? എച്ചുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നോക്ക് 1 2 3 ടീമുണ്ട്. ഇവിടെ 3 എച്ചും ഇല്ലേ? ഒരു എച്ച് ഇയാൾക്ക് കൊടുക്കുക, ഒരു എച്ച് ഇയാൾക്ക് കൊടുക്കുക, ഒരു എച്ച് ഇയാൾക്ക് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? h ഇൻറ്റു h² എന്ന് പറഞ്ഞാൽ h ഇൻറ്റു h ആണ്. ഒരു എച്ചിനെ ഇതുകൊണ്ട് ഗുണിക്കുക, ഒരു എച്ചിനെ ഇതുകൊണ്ട് ഗുണിക്കുക, ഒരു എച്ചിനെ ഇതുകൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഗുണിക്കുക.
അപ്പോൾ ലിമിറ്റ് അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? NH വരാൻ വേണ്ടിയിട്ടാണ്. NH വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം NH എന്താണ്? B-C ആണ്. ഈ കേസിൽ 2 - 0 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. എച്ചിനെ ഈ N കൊണ്ട് ഗുണിക്കുമ്പോൾ NH ഇൻറ്റു ഇവിടെ ഗുണിക്കുമ്പോൾ NH പ്ലസ് H, ഇവിടെ ഗുണിക്കുമ്പോൾ 2NH പ്ലസ് H ഡിവൈഡഡ് ബൈ 6. നമുക്ക് NH ഒന്ന് കണ്ടു നോക്കാം. NH ഈക്വൽ ടു B മൈനസ് A 2 - 0 2. NH 2 ആണ്. NH ഈക്വൽ ടു 2. അപ്പോൾ എങ്ങനെ വരും നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് H ടെൻസ് ടു 0 2 ഇൻറ്റു 2 പ്ലസ് H ഇൻറ്റു 2 ഇൻറ്റു 2 4 പ്ലസ് H ബൈ 6. ഇപ്പം എന്തായി? എന്നൊക്കെ പോയിട്ട് Hൽ മാത്രമായി. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഡാഷ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടും. 0/0 ഫോമിലൊന്നും വരില്ലല്ലോ. 0/0 ഫോമിൽ വരികയാണെങ്കിലാണ് ആൾട്ടർനേറ്റീവ് മെത്തേഡ് നോക്കേണ്ടത്. ഇവിടെ 0/0 ഫോമിലൊന്നും വരുന്നില്ല, നേരിട്ട് ആൻസർ കിട്ടും. H0 കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? 2 ഇൻറ്റു 2 പ്ലസ് 0 4 പ്ലസ് 0 ബൈ 6. അപ്പോൾ നമുക്ക് ഈ 6ഉം 2 ഒക്കെ വെട്ടിയിട്ട് ഇവിടെ 3 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? ഇത് 2 ആണ്. 2 ഇൻറ്റു 4 8/3 ഈസ് ദി ആൻസർ. 8/3 ആൻസർ എന്താണ്? 8/3. ഇനി നമുക്കൊന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 2x² dx സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. x³ 3 0 to 2. അപ്പോൾ 1/3 പുറത്തേക്ക് എടുത്താൽ 2³ 8 - 0. അപ്പോൾ 8/3. ഇത്ര ചെയ്യാനേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഇത്രയും ചെയ്തുണ്ടാക്കിയത്. അപ്പോൾ ആൻസർ 8/3 ഈസ് ദി ആൻസർ. അടുത്ത ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 x³ dx ആസ് ദി ലിമിറ്റ് ഓഫ് സം. അപ്പോൾ നമ്മൾ ആദ്യം ഫോർമുല എഴുതണം. ഇൻ്റഗ്രൽ A to B f(x) dx ഈക്വൽ ടു ലിമിറ്റ് H ടെൻസ് ടു 0 H ഇൻറ്റു f(a പ്ലസ് H പ്ലസ് f(a പ്ലസ് 2H പ്ലസ് f(a പ്ലസ് 3H പ്ലസ് എക്സെട്രാ പ്ലസ് f(a പ്ലസ് NH). അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 0 to 1 x³ dx എന്നാണ്. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് H ടെൻസ് ടു 0 H ഇൻറ്റു f(0 പ്ലസ് H f(0 പ്ലസ് 2H f(0 പ്ലസ് 3H പ്ലസ് എക്സെട്രാ പ്ലസ് f(0 പ്ലസ് NH). അപ്പോൾ എങ്ങനെ വരും? ലിമിറ്റ് H ടെൻസ് ടു 0 H ഇൻറ്റു f(h) പ്ലസ് f(2H) പ്ലസ് f(3H) പ്ലസ് എക്സെട്രാ പ്ലസ് f(NH). അപ്പോൾ നമുക്കറിയാം f(x) x³ ആണ്. അപ്പോൾ f(h) ലിമിറ്റ് H ടെൻസ് ടു 0 H ഇൻറ്റു h³ 2H ഹോൾ ക്യൂബ് 3H ഹോൾ ക്യൂബ് 4H ഹോൾ ക്യൂബ് എക്സെട്രാ NH ഹോൾ ക്യൂബ്. അപ്പോൾ എങ്ങനെ വരുന്നു? ലിമിറ്റ് H ടെൻസ് ടു 0 H ഇൻറ്റു h³ പുറത്തേക്ക് എടുത്താൽ 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്രാ പ്ലസ് n³. അപ്പോൾ എങ്ങനെ വരുന്നു? ലിമിറ്റ് H ടെൻസ് ടു 0 H ഇൻറ്റു h³ ഇൻറ്റു n ഇൻറ്റു n+1/2 ദി ഹോൾ സ്ക്വയർ. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ വരുന്നു? ലിമിറ്റ് H ടെൻസ് ടു 0 H ഇൻറ്റു h³ ഇൻറ്റു n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n+1/2 ഇൻറ്റു n ഇൻറ്റു n+1/2 ആണ് അല്ലേ? ഇവിടെ 1 2 3 4 ടീമുണ്ട്, 4 H ഉണ്ട്. ഓരോ H ഓരോരുത്തർക്ക് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരുന്നു? ലിമിറ്റ് H ടെൻസ് ടു 0 NH ഇൻറ്റു NH പ്ലസ് H/2 NH ഇൻറ്റു NH പ്ലസ് H/2. ഇനി NH നമുക്കറിയാം B-A ആണ്. അപ്പോൾ 1 - 0 ആണ്. 1 ആണ് NH.
എൻ എച്ചിനൊക്കെ പകരം 1 കൊടുത്തു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 into 1 plus h 1 into 1 plus h by 2 into 2 4. ഇനി നമുക്ക് എച്ചിന് സിമ്പിളായിട്ട് 4 കൊടുക്കാം, 0 കൊടുക്കാം. അപ്പോൾ 1 into 1 plus 0 1 into 1 plus 0 1 into 1 plus 0 by 4. അപ്പോൾ 1 into 1 1 അല്ലേ, 1 by 4 is the answer. 1 by 4 is the answer. അടുത്ത നോക്കാം നമുക്ക് ഇൻ്റഗ്രൽ 0 to 2 e raised to x dx. അപ്പോൾ നമ്മുടെ ഫോർമുല എഴുതി 0 to 2 e raised to x dx ലിമിറ്റ് h ടെൻ 0 h ഇൻറ്റു എഫ് ഓഫ് 0 അല്ലേ, എ പ്ലസ് എച്ച് 0 പ്ലസ് എച്ച് 0 പ്ലസ് 2h അങ്ങനെ ആ 0 ഒഴിവാക്കി എഫ് ഓഫ് എച്ച് പ്ലസ് എഫ് ഓഫ് 2h പ്ലസ് എഫ് ഓഫ് ഇതുവരെ എഴുതിയതുപോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം എഴുതി വെച്ചത്. നമുക്ക് എഫ് ഓഫ് എച്ച് നോക്കാം. എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ് അല്ലേ, അപ്പോൾ എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എച്ച് ആണ് പ്ലസ് എഫ് ഓഫ് ഇ റൈസ് ടു 2h ആണ് അല്ലേ. എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ്, അപ്പോൾ എഫ് ഓഫ് എച്ച് ഇ റൈസ് ടു എക്സ്, എഫ് ഓഫ് 2h ഇ റൈസ് ടു 2h, എഫ് ഓഫ് ഇ റൈസ് ടു 3h അല്ലേ. എഫ് ഓഫ് 3h എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു 3h പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റത്തത് എഫ് ഓഫ് എൻ എച്ച്, എഫ് ഓഫ് എൻ എച്ച്, എഫ് ഓഫ് എൻ എച്ച് ഇ റൈസ് ടു എൻ എച്ച്. അപ്പോൾ ഇതിൻ്റെ സമ്മ് നമുക്ക് കാണണം. അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല, വേറൊരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം ഇതിനൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു ഇ റൈസ് ടു എച്ച് അതേപോലെ എഴുതി. ഇ റൈസ് ടു 2hനെ ഇ റൈസ് ടു എച്ച് ഹോൾ സ്ക്വയർ എന്ന് എഴുതി അല്ലേ. എ റൈസ് ടു എം എൻ എ റൈസ് ടു എം റൈസ് ടു എൻ എന്ന പോലെ എ റൈസ് ടു അല്ലേ, എ റൈസ് ടു 2h ഇ റൈസ് ടു എച്ച് ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. അതേപോലെ അടുത്തതിന് ഇ റൈസ് ടു എച്ച് ഹോൾ ക്യൂബ് എന്ന് എഴുതി പ്ലസ് എക്സെട്ര പ്ലസ് ഇ റൈസ് ടു എച്ച് ഓൾ റൈസ് ടു എൻ എന്ന് എഴുതി അല്ല. ഇ റൈസ് ടു 2hനെ ഇ റൈസ് ടു എച്ച് ഹോൾ സ്ക്വയർ, ഇ റൈസ് ടു 3hനെ ഇ റൈസ് ടു എച്ച് ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര ഇ റൈസ് ടു എച്ച് റൈസ് ടു എൻ. ഇപ്പം എന്താ സംഭവം, ഇ റൈസ് ടു എച്ചിനോട് ഇ റൈസ് ടു എച്ച് ഗുണിച്ചു, അപ്പോൾ ഇ റൈസ് ടു എച്ച് ഹോൾ സ്ക്വയർ കിട്ടി. വീണ്ടും ഇ റൈസ് ടു എച്ച് ഗുണിച്ചു, അങ്ങനെ ഇ റൈസ് ടു എച്ച് ഇങ്ങനെ ഗുണിച്ച് 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 പോവാണ്. അതായത് ഈ സാധനം എന്താണ്, ഇതൊരു ജി പി ആണ് അല്ലേ, ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണ് വിത്ത് ഫസ്റ്റ് ടേം. ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്, ഇ റൈസ് ടു എച്ച് ആണ്. കോമൺ റേഷ്യോ ആർ എന്താണ്, ഇ റൈസ് ടു എച്ച് ആണ് അല്ലേ. ഫസ്റ്റ് ടേം ഇ റൈസ് ടു എച്ച് ഗുണിച്ച് ഇങ്ങനെ പോകുന്ന സാധനം ഇ റൈസ് ടു എച്ച് ആണ്. ഇ റൈസ് ടു എച്ചിനോട് ഇ റൈസ് ടു എച്ച് ഗുണിച്ചു, അപ്പോൾ ഇ റൈസ് ടു എച്ച് ഹോൾ സ്ക്വയർ, വീണ്ടും ഇ റൈസ് ടു എച്ച് ഗുണിച്ചു, ഇ റൈസ് ടു എച്ച് ഹോൾ ക്യൂബ് എക്സെട്ര. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. അപ്പോൾ എന്താ സമ്മ്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു, അപ്പോൾ ഈ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1. That is equal to limit h tends to 0 h into a. ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്താണ്, ഇ റൈസ് ടു എച്ച് ആണ്. ഇ റൈസ് ടു എച്ച് ഇൻറ്റു ഇ റൈസ് ടു എച്ച് റൈസ് ടു എൻ. ആർ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എച്ച് റൈസ് ടു എൻ ഈക്വൽ ടു ഇ റൈസ് ടു എൻ എച്ച് ആണ്. ഇ റൈസ് ടു എൻ എച്ച് മൈനസ് 1 ബൈ ആർ എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു എച്ച് മൈനസ് 1 അല്ല. നോക്കുക, എച്ച് എക്ക് പകരം ഇ റൈസ് ടു എച്ച്, ആർ റൈസ് ടു എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എച്ച് റൈസ് ടു എൻ ഇ റൈസ് ടു എൻ എച്ച് മൈനസ് 1 ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1. ഇവിടെ എൻ എച്ച് ഉണ്ടാക്കാൻ നിൽക്കണ്ട, അവിടെ ആകെ എന്നെ ഉള്ളൂ, അത് എൻ എച്ച് ആയിട്ട് തന്നെയാണ് ഉള്ളത്. എൻ എച്ച് ഈക്വൽ ടു ബി മൈനസ് എ 2 മൈനസ് 0 2. അപ്പോൾ ഈ എൻ എച്ചിന് പകരം 2 കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നു, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു ഇ റൈസ് ടു എച്ച് ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് 1 ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1 ഇങ്ങനെ വന്നു. റെഡി അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇ സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്തായി, ഇ സ്ക്വയർ മൈനസ് 1 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ സ്ക്വയർ മൈനസ് 1 പുറത്തേക്ക് വന്നു, ലിമിറ്റ് എച്ച് 0 എച്ച് ഇൻറ്റു ഇ റൈസ് ടു എച്ച് എച്ച് ഇൻറ്റു ഇ റൈസ് ടു എച്ച് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1. ഇനി ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ആൻസറായി. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 അല്ലേ, 0/0 ഫോമാണ് വരിക അല്ലേ. എച്ചിന് പകരം 0 കൊടുക്കുമ്പോൾ 0 ഡിവൈഡ് ബൈ ഇ റൈസ് ടു 0 1 ആണ്, 1 മൈനസ് 0 0/0 ഫോമാണ്. അപ്പോൾ നേരിട്ട് ചെയ്യൽ പോസിബിൾ അല്ല. അപ്പോൾ ഞാനിതിനെ ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ടീമാക്കുകയാണ്. ഇ സ്ക്വയർ മൈനസ് 1 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ടീം ഉണ്ടാക്കുകയാണ്. എങ്ങനെ അറിയോ, ആ എച്ച് അവിടെ വെച്ചു, പിന്നെ ഈ എച്ചും ഇ റൈസ് ടു എച്ച് മൈനസ് 1 ഒരു ടീം ഉണ്ടാക്കി.
എച്ച് ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് വൺ ഒരു ടീം, ഇ റൈസ് ടു എച്ച് വേറൊരു ടീം. അപ്പോൾ ഈ ടീമിൽ നേരത്തെ ഞാനൊരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് എച്ച് ടെൻ സീറോ എച്ച് ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് വൺ. ഈ ടീമിൽ ഞാൻ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട് 1 അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ ഇ സ്ക്വയർ മൈനസ് 1 ഇനി ആൻസർ ചെയ്യാണ്. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് 1 ആണ്. ഇനി ഇത് എന്തായിപ്പോയി 1 ആയിപ്പോയി. ഇനി ബാക്കിയുള്ള ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 0/0 ഫോം വരില്ല. ഇ റൈസ് ടു 0 1 തന്നെയല്ലേ. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് 0/0 ഫോം വരിക. അത് എന്തായി ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ 1 ആയിപ്പോയി. ഇനി ഇ റൈസ് ടു എച്ച് ഇ റൈസ് ടു 0. അപ്പോൾ എന്തായി ഇ സ്ക്വയർ മൈനസ് 1. ഇത് ഇ റൈസ് ടു 0 1 അല്ലേ. അപ്പോൾ ഇൻറ്റു 1 × 1 അറിയുമ്പോൾ 1 തന്നെ ആൻസർ ഇ സ്ക്വയർ മൈനസ് 1. ഒന്നും കൂടെ ഞാൻ എന്ത് ചെയ്തു, ഇത് ടീമാക്കുകയാണ്. ഇവിടെ ഇ സ്ക്വയർ മൈനസ് 1 പുറത്തേക്ക് വന്നാൽ എച്ച് ഇൻറ്റു ഇ റൈസ് ടു എച്ച് ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1. ഈ എച്ച് ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1 ടീമാക്കി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഫോർമുല പറഞ്ഞിരുന്നു, ലിമിറ്റ് എച്ച് ടെൻ സീറോ എച്ച് ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1 1 ആണെന്ന്. അപ്പോൾ ഈ എച്ച് ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1 ആയിപ്പോയി. പിന്നെ എന്തുണ്ട്, ഒരു ഇ റൈസ് ടു എച്ച് ഉണ്ട്. ഇ റൈസ് ടു എച്ച് ബാക്കിയുണ്ട്. ആ ഇ റൈസ് ടു എച്ചിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു 0 1 അല്ലേ. അപ്പോൾ ഇത്രയും 1 ആയിപ്പോയി. ഇ റൈസ് ടു 0 1. അപ്പോൾ 1 × 1 1. ആ 1ഉം ഇ റൈസ് ടു ഇ സ്ക്വയർ മൈനസ് 1 കൂടെ എന്തായി ഇ സ്ക്വയർ മൈനസ് 1 ഈസ് ദി ആൻസർ. നോക്കൂ അടുത്ത്, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 2 ഇ റൈസ് ടു എക്സ് ഡി എക്സ് ആസ് ദി ലിമിറ്റ് ഓഫ് സം. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. ഇനി എക്ക് പകരം 1 ആണ്, ഇവിടെ 0 അല്ല 1 ആണ്. അപ്പോൾ 1 + h 1 + 2h 1 + 3h എക്സെട്ര 1 + nh. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എഫ് ഓഫ് 1 + h ചെയ്യാണ്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു വാട്ട് ഈസ് എഫ് ഓഫ് 1 + h, എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ്. അപ്പോൾ എഫ് ഓഫ് 1 + h ഇ റൈസ് ടു 1 + h പ്ലസ് ഇ റൈസ് ടു 1 + 2h പ്ലസ് ഇ റൈസ് ടു 1 + 3h പ്ലസ് എക്സെട്ര പ്ലസ് ഇ റൈസ് ടു 1 + nh. അപ്പോൾ ആദ്യം എന്തെന്ന് പറയുക, എ റൈസ് ടു എം പ്ലസ് എൻ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന രീതിയിൽ ആദ്യം സ്പ്ലിറ്റ് ചെയ്യണം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 h ഇൻറ്റു ഇ റൈസ് ടു 1 ഇൻറ്റു ഇ റൈസ് ടു h ഇ റൈസ് ടു 1 ഇൻറ്റു ഇ റൈസ് ടു 2h ഇ റൈസ് ടു 1 ഇൻറ്റു ഇ റൈസ് ടു 3h പ്ലസ് എക്സെട്ര പ്ലസ് ഇ റൈസ് ടു 1 ഇൻറ്റു ഇ റൈസ് ടു nh. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ എ റൈസ് ടു എം പ്ലസ് എന്നിന് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ ഇ റൈസ് ടു 1 പുറത്തേക്ക് വന്നൂടെ അല്ലേ. ഇ റൈസ് ടു 1 പുറത്തേക്ക് വന്നാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 h ഇൻറ്റു ഇ ഇൻറ്റു അല്ലേ, അല്ലെങ്കിൽ ഇ ഇൻറ്റു എച്ച് എങ്ങനെ എഴുതാം, ഇ ഇൻറ്റു എച്ച്. ഇ റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഇൻറ്റു അപ്പോൾ ഇ റൈസ് ടു എച്ച് പ്ലസ് ഇ റൈസ് ടു 2h പ്ലസ് ഇ റൈസ് ടു 3h പ്ലസ് എക്സെട്ര പ്ലസ് ഇ റൈസ് ടു nh. അപ്പോൾ നേരത്തെ പോലെ ആയില്ലേ, ഇ റൈസ് ടു എച്ച് പ്ലസ് അല്ലേ, നേരത്തെ പോലെ ആയി. അപ്പോൾ എന്തായി, അതിനെ ഒരു സ്റ്റെപ്പും കൂടി മാറ്റി എഴുതണം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ ഇൻറ്റു എച്ച്. ഇത് ഇ റൈസ് ടു എച്ച് അല്ല കേട്ടോ, ഈ ഗുണനം എച്ച് ആണ്. ഇ റൈസ് ടു 1 ഇൻറ്റു എച്ച് ആണ്, മാറിപ്പോയത്. ഇ റൈസ് ടു എച്ച് ആക്കരുത്. ഇ ഇൻറ്റു ഇ എച്ച്, പിന്നെന്താണ് ഇ റൈസ് ടു എച്ച് പ്ലസ് ഇ റൈസ് ടു എച്ച് സ്ക്വയർ ഇ റൈസ് ടു എച്ച് ക്യൂബ് പ്ലസ് എക്സെട്ര ഇ റൈസ് ടു എച്ച് റൈസ് ടു എൻ. അപ്പോൾ ഇത് ജി പി ആണ്. വിത്ത് ഫസ്റ്റ് ടേം ഇ റൈസ് ടു എച്ച് ആറും ഇ റൈസ് ടു എച്ച്. അപ്പോൾ അങ്ങനെ വന്നു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ ഇൻറ്റു എച്ച് ഇൻറ്റു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1. നമുക്ക് മൊത്തത്തിലൊരു ബ്രാക്കറ്റ് ഇടാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ ഇൻറ്റു എച്ച് ഇൻറ്റു എ എന്ന് പറയുന്നത് ഇ റൈസ് ടു എച്ച് ഇ റൈസ് ടു എൻ എച്ച് മൈനസ് 1 ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1. അപ്പം എന്ത് വന്നു, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ ഇൻറ്റു എച്ച് ഇൻറ്റു ഇ റൈസ് ടു എച്ച് ഇൻറ്റു എൻ എച്ച്. ഇവിടെ എന്താണ്, ബി മൈനസ് എ 2 മൈനസ് 1 എൻ എച്ച് 1 ആണ് 1. അപ്പോൾ ഇ റൈസ് ടു എച്ച് ഇൻറ്റു ഇ റൈസ് ടു 1 മൈനസ് 1 ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1. അപ്പോൾ ഈ ഇയും ഇ മൈനസ് 1ഉം കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇ ഇൻറ്റു ഇ മൈനസ് 1 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് വന്നു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു ഇ റൈസ് ടു എച്ച് ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1. ഇനി നേരത്തെ പോലെ ഇത് 1 ആയിപ്പോയി. അപ്പോൾ ഇ ഇൻറ്റു
ഇ മൈനസ് 1 ഇൻറ്റു ഇത് 1 ആയി ഇ റൈസ് ടു 0യും 1 1 ഇൻറ്റു 1. അപ്പോൾ ആൻസർ ഇ ഇൻറ്റു ഇ മൈനസ് 1 ഈസ് ദി ആൻസർ. നോക്കൂ, ഈ എച്ച് ബൈ ഇ റൈസ് ടു എച്ച് മൈനസ് 1 ടീമാക്കിയിട്ട് അത് 1 ആയി, പിന്നെ ഇ റൈസ് ടു 0 അത് 1. അപ്പോൾ ആൻസർ എന്താണ്? ഇ ഇൻറ്റു ഇ മൈനസ് 1 ഈസ് ദി ആൻസർ. അടുത്ത ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 2 x square dx ആസ് ദി ലിമിറ്റ് ഓഫ് സം. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 3h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എൻ എച്ച്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 x square dx അപ്പോൾ ഇതൊരു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് 1 പ്ലസ് എച്ച് എഫ് ഓഫ് 1 പ്ലസ് 2h എഫ് ഓഫ് 1 പ്ലസ് 3h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എൻ എച്ച്. അപ്പോൾ ഇതൊരു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് 1 പ്ലസ് എച്ച് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എച്ച് 1 പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ 1 പ്ലസ് 2h ഹോൾ സ്ക്വയർ 1 പ്ലസ് 3h ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര 1 പ്ലസ് എൻ എച്ച് ഹോൾ സ്ക്വയർ. അപ്പം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു ഈ 1 പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 സ്ക്വയർ 1 പ്ലസ് 2h പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 2h അല്ലേ 2 ഇൻറ്റു 2h പ്ലസ് 2h ഹോൾ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 സ്ക്വയർ ആണ് 1 പ്ലസ് 2 ഇൻറ്റു 3h പ്ലസ് 3h ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു nh പ്ലസ് nh ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഒരേ ടൈപ്പുകളൊക്കെ ഒരു ടീമാക്കി. അപ്പോൾ ഒരേ ടൈപ്പുകളൊക്കെ ടീമാക്കുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 1 1 എല്ലാത്തിനും ഒരു 1 ഉണ്ടാവും 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് 1 ഒരു ടീമാക്കി. പിന്നെന്താണ് അടുത്തതിൽ 2h 2 ഇൻറ്റു 2h 2 ഇൻറ്റു 3h എല്ലാത്തിലും 2h കോമൺ ആണ്. അപ്പോൾ 2h പുറത്തേക്ക് എടുത്താൽ 2h 2 ഇൻറ്റു 2h 2 ഇൻറ്റു 3h 2 ഇൻറ്റു nh എല്ലാത്തിലും എന്താണ് 2h കോമൺ ആണ്. 2h പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n എന്ന് വരും. ഇനി അടുത്തതിൽ പ്ലസ് എച്ച് സ്ക്വയർ 2h ഹോൾ സ്ക്വയർ എല്ലാത്തിലും എച്ച് സ്ക്വയർ കോമൺ ആണ്. എച്ച് സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ എന്ന് വരും. ഒന്നുകൂടെ ആദ്യം 1 പ്ലസ് എല്ലാത്തിനും 1 എടുത്തു. പിന്നെ അടുത്ത് 2h 2 ഇൻറ്റു 2h 2 ഇൻറ്റു 3h 2 ഇൻറ്റു nh എന്ന് എല്ലാത്തിനും 2h കോമൺ ആയിട്ട് എടുത്താൽ 2h കോമൺ ആയിട്ട് എടുത്താൽ എങ്ങനെ വരും 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. ഇനി അടുത്തതിൽ h സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഫോർമുലകൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു ഇവിടെ എച്ചിൻ്റെ എച്ച് ഇൻറ്റു ഈ 1 പ്ലസ് അത് n ആവുന്നു n പ്ലസ് 2h ഇൻറ്റു ഇത് n ഇൻറ്റു n പ്ലസ് 1 n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആവുന്നു പ്ലസ് പിന്നെ എച്ച് സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ആവുന്നു. ഈ 2 വെട്ടിപ്പോയി. ഇനി നമ്മൾ മാക്സിമം nh ഉണ്ടാക്കണം. അതിനാദ്യം ഈ തന്നെ ഗുണിച്ച് നോക്ക്. ഇത് ഗുണിക്കുമ്പോൾ nh ആയി പ്ലസ് ഇനി ഇത് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ h ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇതിങ്ങോട്ട് ഗുണിക്കുമ്പോൾ h ഇൻറ്റു h സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ഇങ്ങനെ വരുന്നു കണ്ടോ. അപ്പോൾ എന്തായിരുന്നു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 nh പ്ലസ് ഇവിടെ ഗുണിക്കുമ്പോൾ nh ഇൻറ്റു nh പ്ലസ് h പ്ലസ് ഇവിടെ ഗുണിക്കുമ്പോൾ nh ഇൻറ്റു nh പ്ലസ് h ഇൻറ്റു 2nh പ്ലസ് h ബൈ 6 കണ്ടോ. ഇനി nh എന്ത് ചെയ്യാണ് ബി മൈനസ് എന്ന് പറഞ്ഞാൽ 2 - 1 1 ആണ്. nh
2 മൈനസ് 1 1 ആണ്. അപ്പോൾ 1 കൊടുക്കുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 പ്ലസ് എച്ച് പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് എച്ച് ഇൻറ്റു 2 പ്ലസ് എച്ച് ബൈ 6. ഇനി നമ്മൾ എച്ചിന് 0 കൊടുത്താൽ 1 പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു 1 ഇൻറ്റു 2 ബൈ 6. അപ്പോൾ 2 പ്ലസ് 2 ബൈ 6 1/3 ആണ്. അപ്പോൾ 7/3 ഈസ് ദി ആൻസർ. 7/3 ഈസ് ദി ആൻസർ. നോക്കൂ ലാസ്റ്റ് ക്വസ്റ്റിന്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 5x plus 1 dx. അപ്പോൾ ഇൻ്റഗ്രൽ a to b f of x dxൻ്റെ ഫോർമുല ഞാൻ എഴുതി. ഇൻ്റഗ്രൽ 0 to 5x plus 1. അപ്പോൾ ലിമിറ്റ് h ടെൻസ് 0 h ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് എച്ച് 0 പ്ലസ് 2h 0 പ്ലസ് 3h എക്സെട്ര 0 പ്ലസ് എൻ എച്ച്. അപ്പോൾ 0 പ്ലസ് ആയതുകൊണ്ട് എഫ് ഓഫ് എച്ച് എഫ് ഓഫ് 2h എഫ് ഓഫ് 3h എഫ് ഓഫ് എൻ എച്ച്. ഇനി എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 1 ആണ്. എക്സിനോട് ഒരു 1 കൂട്ടി കൊടുക്കണം. അപ്പോൾ എഫ് ഓഫ് എച്ച് ആകുമ്പോൾ h പ്ലസ് 1, എഫ് ഓഫ് 2h ആകുമ്പോൾ 2h പ്ലസ് 1, 3h പ്ലസ് 1, എൻ എച്ച് പ്ലസ് 1. അപ്പോൾ നമ്മൾ ഒരേ ടൈപ്പൊക്കെ ഒരു ടീമാക്കുന്നു. എങ്ങനെ വരുന്നു? ലിമിറ്റ് h ടെൻസ് ടു 0 1 h ഇൻറ്റു 1 ഒക്കെ ഒരു ടീമാക്കി 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് 1 അങ്ങനെ n1 ഉണ്ടാവും. ഇനി അടുത്തതിലൊക്കെ എന്തുണ്ട്? h കോമൺ അല്ലേ? h കോമൺ ആയി എടുത്താൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു 1 പ്ലസ് 1 പ്ലസ് അത് n ആണ്, n പ്ലസ് h ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇനി എന്ത് ചെയ്യുന്നു? h കൊണ്ട് ഗുണിച്ചിട്ട് ലിമിറ്റ് h ടെൻസ് ടു 0 nh പ്ലസ് h ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അപ്പോൾ എന്താവുന്നു? ലിമിറ്റ് h ടെൻസ് ടു 0 nh പ്ലസ് nh ഇൻറ്റു nh പ്ലസ് h ബൈ 2 ഇങ്ങനെ വരുന്നു. ഈ h ഒരു n-നോട് ഗുണിച്ചു, ഈ h n പ്ലസ് 1-നോട് ഗുണിച്ചു. nh അറിയുമ്പോൾ 5 മൈനസ് 0 5 ആണ്. nh 5 മൈനസ് 0 5. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് h ടെൻസ് ടു 0 5 പ്ലസ് 5 ഇൻറ്റു 5 പ്ലസ് h ബൈ 2. ഇനി നമുക്ക് h-ന് 0 കൊടുത്താൽ മതി. അപ്പോൾ 5 പ്ലസ് 5 ഇൻറ്റു 5 പ്ലസ് 0 ബൈ 2. അപ്പോൾ 5 പ്ലസ് 25 ബൈ 2. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ 35 ബൈ 2 ഈസ് ദി ആൻസർ. 35 ബൈ 2 ഈസ് ദി ആൻസർ. അപ്പോൾ ഇതാണ് നമുക്ക് ലിമിറ്റ് ഓഫ് സം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതോടെ നമുക്ക് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി. ഓക്കെ, ഇതാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.